നമസ്കാരം. +2 ഫിസിക്സിൻ്റെ 13ാമത്തെ അധ്യായമായ ന്യൂക്ലിയയിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലെ അസൈൻമെൻറ്റ് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമുക്ക് ന്യൂക്ലിയ എന്ന് പറയുന്ന അധ്യായത്തിലെ ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാം. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുള്ളൊരു കഥ പറയാം. ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാലയിൽ പലതരത്തിലുള്ള കോമ്പൗണ്ടുകളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പ്രതിഭാസങ്ങളെ കൂടുതൽ അറിയുന്നതാണല്ലോ ഓരോ സയൻറ്റിസ്റ്റുകളുടെയും ആഗ്രഹം, അല്ലെങ്കിൽ അവരുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഫ്ലൂറസെൻസിനെ കുറിച്ചും ഫോസ്ഫറസെൻസിനെ കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ചില കോമ്പൗണ്ടുകളിൽ അതിനെക്കുറിച്ചുള്ള ചില പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം യുറേനിയം, പൊട്ടാസ്യം സൾഫേറ്റ് ഈ കോമ്പൗണ്ടുകളെ ഇലൂമിനേഷൻ നടത്തിയതിന് ശേഷം ഇതിനെ ഒരു ബ്ലാക്ക് പേപ്പറിൽ റാപ്പ് ചെയ്തിട്ട് ആ ബ്ലാക്ക് പേപ്പറിൽ റാപ്പ് ചെയ്ത ഈ പൊട്ടാസ്യം യുറേനിയം കോമ്പൗണ്ട്സിനെ അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലേക്ക് വെച്ചു. ഒരു സെപ്പറേഷനിൽ വെച്ചിട്ട് ഒരു സിൽവർ പ്ലേറ്റ് കൊണ്ട് സെപ്പറേഷൻ നടത്തിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അദ്ദേഹം ഇത് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറേ മണിക്കൂറുകൾ ഇതിനെ മാറ്റിവെച്ചു. കുറേ മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം ഡെവലപ്പ് ചെയ്ത സമയത്ത് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലായത് അതിലുള്ളിലെല്ലാം ചിലയിടങ്ങളിലെല്ലാം ഒരു ബ്ലാക്കനിങ് കാണാൻ പറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പരീക്ഷണത്തിൽ ഈ ബ്ലാക്കനിങ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തമോ അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ചൊരു കാര്യമൊന്നും ആയിരുന്നില്ല. പക്ഷേ ആ പരീക്ഷണത്തിൽ അങ്ങനെ ഒരു വ്യത്യാസം അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചായി പിന്നീടുള്ള പരീക്ഷണം. ആ പരീക്ഷണം അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചത് എവിടെയാണെന്ന് അറിയൂ? ഒരു പുതിയ കണ്ടുപിടുത്തത്തിലേക്കാണ്. അതെ, റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന കണ്ടുപിടുത്തത്തിലേക്ക്. ഇനി ആ സയൻറ്റിസ്റ്റിൻ്റെ പേര് ഞാൻ പറയട്ടെ, A.H. ബെക്കറേൽ. അതെ, റേഡിയോ ആക്ടിവിറ്റിയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച, അല്ലെങ്കിൽ നമുക്ക് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന പ്രതിഭാസത്തെക്കുറിച്ച് പറഞ്ഞു തന്ന പ്രശസ്തനായ ശാസ്ത്രകാരൻ A.H. ബെക്കറേൽ. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അൺസ്റ്റേബിൾ ആയിരിക്കുന്ന ഒരു ന്യൂക്ലിയസ് സ്വയം ഡിസിൻറ്റഗ്രേഷൻ സംഭവിച്ച് മറ്റൊന്നായിട്ട് മാറുന്നു. അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണത്. സ്വയം ഡീകേ സംഭവിക്കുക എന്ന് പറയും. അങ്ങനെ ഡിസിൻറ്റഗ്രേഷൻ സംഭവിച്ച് അത് മറ്റൊരു ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സ്. അങ്ങനെ മറ്റൊരു ന്യൂക്ലിയസ് ആയിട്ട് മാറുമ്പോൾ ആദ്യത്തെ ന്യൂക്ലിയസിൽ നിന്നും പുറത്തേക്ക് കുറേ റേഡിയേഷൻസ് എമിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ റേഡിയോ ആക്റ്റീവ് ഡീകേ ഇസ് എ ന്യൂക്ലിയർ ഫിനോമിനൻ ഇൻ വിച്ച് an unstable nucleus undergoes a decay. ഒരു അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് ഡീകേ സംഭവിച്ച് പുതിയൊരു ന്യൂക്ലിയസ് ആയിട്ട് മാറുമ്പോൾ അതിന് സംഭവിക്കുന്ന ചേഞ്ചസ് എന്തായിരിക്കും? അതെ, അത് മറ്റൊരു ന്യൂക്ലിയസ് ആയിട്ട് മാറി അല്ലേ? റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. ഇങ്ങനെ മാറുന്ന സമയത്ത് ഈ പറയുന്ന ന്യൂക്ലിയസിൽ നിന്നും കുറേ റേഡിയേഷൻസ് പുറത്തേക്ക് പോകുന്നുണ്ട് എന്ന് ബെക്കറേൽ പറഞ്ഞു. ഈ റേഡിയേഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ചെറിയ ക്ലാസ്സുകൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും അല്ലേ? 3 തരത്തിലുള്ള സ്വഭാവക്കാരായിരുന്നു അവർ. അതായത് കുറച്ച് ആളുകൾക്ക് ഒരു പോസിറ്റീവ് സ്വഭാവം കാണിച്ചു എന്ന് പറയുന്നു, മറ്റു കുറച്ച് ആളുകൾ നെഗറ്റീവ് സ്വഭാവം കാണിച്ചു എന്ന് പറയുന്നു. ഈ 2 സ്വഭാവം കാണിക്കാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുമുണ്ട്. ഇവരുടെ പേരുകളെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സാധാരണ നമ്മൾ മാത്തമാറ്റിക്സ് ക്ലാസ്സിലൊക്കെ പറയുന്ന പോലെ ലെറ്റ് എക്സ് ബി ദ നമ്പർ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അസ്യൂം ചെയ്യാറില്ലേ? അതുപോലെ തന്നെ ഈ റേഡിയേഷൻസിന് അദ്ദേഹം 3 പേരുകൾ ഇട്ടു: ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. ആൽഫ റേ, ബീറ്റ റേ, ഗാമ റേ. അപ്പോൾ ഈ 3 ആളുകളാണ് ഇവരിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന പ്രോസസ്സിൽ പൊതുവെ കാണപ്പെടുന്ന റേഡിയേഷൻസ് ഈ പറയുന്ന ആളുകളാണ്: ആൽഫയും ബീറ്റയും ഗാമയും. ഇനി എന്താണ് ഈ റേഡിയേഷൻസിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ആൽഫ എന്ന് പറയുന്ന റേഡിയേഷൻ പുറത്തേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഹീലിയം ന്യൂക്ലിയ. ഒരു ഹീലിയം ന്യൂക്ലിയയെ പോലെ സ്വഭാവം കാണിക്കുന്ന ഒരാളാണ് പുറത്തേക്ക് വരിക. അതേസമയം ബീറ്റ ഡീകേ ആണെങ്കിൽ പുറത്തേക്ക് വരുന്ന ആളുകൾ ഇലക്ട്രോണിൻ്റെ സ്വഭാവക്കാരായിരിക്കാം, അല്ലെങ്കിൽ പോസിട്രോണിൻ്റെ സ്വഭാവക്കാരായിരിക്കാം. പോസിട്രോൺ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പോസിട്രോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് കാണിക്കുന്ന ഇലക്ട്രോണുകൾ, അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, പക്ഷേ ചാർജ് മാത്രം പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്തരം റേഡിയേഷൻസിനെയാണ് ബീറ്റ ഡീകേയിൽ നമ്മൾ പറയാം. പക്ഷേ ഗാമ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ഇവർ ഗാമ ഡീകേയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നത് ഗാമ ഡീകേയിൽ പുറത്തേക്ക് വരുന്ന റേഡിയേഷൻസ് എല്ലാം ഹൈ എനർജി പാർട്ടിക്കിൾസ് ആണ്, ഹൈ എനർജി ഫോട്ടോൺസ് ആണ്. അപ്പോൾ 3 രീതിയിലാണ് ഇത് പറയാം: ആൽഫ ഡീകേയും, ബീറ്റ ഡീകേയും, ഗാമ ഡീകേയും. ഈ 3 തരത്തിലുള്ള റേഡിയേഷൻസ് ആണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന പ്രോസസ്സിൽ പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിന് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അത് കടന്നു പോകുമ്പോൾ അത് മറ്റൊരു ന്യൂക്ലിയായിട്ട് മാറുകയാണ് ചെയ്യുക. ഏറ്റവും അവസാനം അതൊരു എൻഡ് പ്രോഡക്റ്റിലേക്ക് എത്തിച്ചേരുക ചെയ്യുക. ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് ഡീകേ സംഭവിക്കുന്ന സാമ്പിളുകൾ, അതായത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആൽഫയും ബീറ്റയും ഗാമയും ഡീകേ സംഭവിക്കുന്ന സാമ്പിളുകൾ, ഇവരെ എടുത്ത് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. The number of nuclei decay per unit time is proportional to
ദ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഇൻ ദ സാമ്പിൾ. യൂണിറ്റ് ടൈമിൽ ഡീകേ സംഭവിക്കുന്ന ന്യൂക്ലിയയുടെ എണ്ണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആ സാമ്പിളിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസിന് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയയ്ക്ക് പ്രൊപ്പോർഷണലാണ്. ഇതെന്താണ് സാർ പറഞ്ഞതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഓക്കെ, ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് മനസ്സിലൊന്ന് ഉറപ്പിച്ച് വയ്ക്കുക. പക്ഷേ ഇതേ കാര്യം തന്നെ നമുക്കൊരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പിലൂടെ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ഡെറിവേഷനിലൂടെ ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഇഫ് n is the number of nuclei in the sample and delta n undergo decay in time delta t. n എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിളിനുള്ളിലുള്ള നമ്പർ ഓഫ് ന്യൂക്ലിയൈ ആണ്. ഡെൽറ്റ എൻ എന്ന് പറയുന്നത് ഡെൽറ്റ ടി ടൈമിൽ സംഭവിക്കുന്ന ഡീകെയുടെ എണ്ണം, ഡെൽറ്റ എൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആ ഒരു തിയറി അനുസരിച്ചിട്ട് ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ. നോർമലി പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. ആൻഡ് ഹിയർ ദ കോൺസ്റ്റൻറ്റ് ഈസ് ലാംഡ. ദാറ്റ് ഇസ് delta n by delta t is equal to lambda into n. Here the constant lambda is known as radioactive decay constant or disintegration constant. ഈ ലാംഡയെ നമ്മൾ വിളിക്കുന്ന പേര് അതാണ്, റേഡിയോ ആക്റ്റീവ് ഡീകേ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ്. ഇനി ദ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഇൻ ദ സാമ്പിൾ ദാറ്റ് ഇസ് dn അല്ലേ? ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത് എത്രയാണ്? dn ആണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ? ദാറ്റ് dn ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എൻ എന്ന് ഞാൻ എഴുതി. അതെന്തുകൊണ്ടാണ് സാർ മൈനസ് ഡെൽറ്റ എൻ എന്ന് എഴുതിയത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഇവിടെ dn ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എൻ എന്ന് എഴുതുമ്പോൾ ഒരു നെഗറ്റീവ് സൈൻ ഇടാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ സമയം മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്? ഡീകേ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡീകേ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്പർ ഡിക്രീസ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു നെഗറ്റീവ് സൈൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എൻ ഈസ് dn ബൈ dt ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു എൻ. ഓക്കെ, ഈ മൈനസ് ലാംഡ എൻ എങ്ങനെ വന്നു എന്ന് ഇപ്പോൾ ക്ലിയർ ആണല്ലോ അല്ലേ? ഓർ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ് നമ്മൾ. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ dnൻ്റെ താഴേക്ക് n വരുന്നു, dt എന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റുന്നു. സോ വി ക്യാൻ റൈറ്റ് dn ബൈ n ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ dt. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നോർമലി ഇതൊരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പാണ്. എല്ലാവർക്കും ഇത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. അതായത് ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് ചെറിയൊരു ഇക്വേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്തമാറ്റിക്സിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു സങ്കേതമുണ്ട്. ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സിലൂടെ നമ്മൾ ഇതിനെ സോൾവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് ഞാൻ പറയുന്നത് എവിടെ മുതൽ എവിടം വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനീഷ്യൽ സ്റ്റേജിൽ n0 നമ്പർ ഓഫ് ന്യൂക്ലിയൈ ആയിരുന്നു, അത് പിന്നീട് മാക്സിമത്തിലേക്ക് വന്നപ്പോൾ എത്രയായിട്ട് മാറി? n ആയിട്ട് മാറി. സോ വി ക്യാൻ ഇൻ്റഗ്രേറ്റ്. ആ ഇൻ്റഗ്രൽ സൈൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇൻ്റഗ്രൽ സൈൻ ഇട്ടിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എവിടെ മുതൽ എവിടം വരെയാണ്? n0 മുതൽ n വരെ. സോ ഇൻ്റഗ്രൽ n0 ടു n dn ബൈ n ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ടേക്കിംഗ് ഔട്ട്സൈഡ് ആൻഡ് ഹിയർ മൈനസ് ലാംഡ ഇൻറ്റു ഇൻ്റഗ്രൽ t0 ടു t dt എന്ന് വെച്ചാൽ അർത്ഥം n എന്ന് പറയുന്ന നമ്പർ ഓഫ് ആറ്റംസിനെ അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂക്ലിയയെ n0 മുതൽ n വരെയും ടൈമിനെ നമ്മൾ t0 മുതൽ t വരെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് ചില റിസൾട്ടുകളാണ്. റിസൾട്ടുകൾ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 1/n dn ഇസ് ഈക്വൽ ടു ലോഗ് n ആണ്. അതൊരു റിസൾട്ടാണ്. നമ്മൾ സാധാരണ ഒരു ഇക്വേഷനൊക്കെ പഠിക്കുന്ന പോലെ മാത്തമാറ്റിക്സിൽ ഇൻ്റഗ്രേഷനിൽ പഠിക്കേണ്ട ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. സോ ഇൻ്റഗ്രൽ dn ബൈ n ഇസ് ഈക്വൽ ടു ലോഗ് n. ആ റിസൾട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഇൻ്റഗ്രൽ dt എന്ന് പറഞ്ഞാൽ t ആണ്. ഈ രണ്ട് റിസൾട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും ഇൻ്റഗ്രൽ dn ബൈ n എന്ന് പറയുന്നത് ലോഗ് ആണെന്ന് കിട്ടും. അത് കിട്ടിയാൽ മാത്രം പോരാ, ഇവിടെ ലിമിറ്റ് അപ്ലൈയും ചെയ്യണം. ഇവിടെ n0 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റും n എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റുമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേഷനിൽ തന്നെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്നുള്ള ഫോമിലാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റിസൾട്ടുകളെ തമ്മിൽ മൈനസ് ചെയ്യാം. അതായത് അപ്പർ ലിമിറ്റ് കൊടുക്കുക മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. സോ ln എന്ന് കൊടുത്തിട്ട് ആ lnന് രണ്ട് വാല്യൂ ഉണ്ട്. ലോവർ ലിമിറ്റ് n0 ആണ്, അപ്പർ ലിമിറ്റ് n ആണ്. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ln n മൈനസ് ln n0 എന്ന് എടുത്തു. അതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് എങ്ങനെ വന്നു? മൈനസ് ലാംഡ ടേക്കിംഗ് ഔട്ട്സൈഡ്. ഇൻ്റഗ്രൽ dt എന്ന് പറയുന്നത് t ആണെന്നല്ലേ ഞാൻ പറഞ്ഞത്. സോ വി ക്യാൻ റൈറ്റ് ടിയുടെ അപ്പർ ലിമിറ്റ് t മൈനസ് ലോവർ ലിമിറ്റ് t0.
So the equation is ln n minus ln n0 is equal to minus lambda into t minus t0. Okay, here n0 is the number of radioactive nuclei in the sample at some arbitrary time t0 and n is the number of radioactive nuclei at any subsequent time t. So നമ്മൾ ഇതിനെ ഒരു കൺക്ലൂഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അസംഷൻ നടത്തുകയാണ്. സെറ്റിംഗ് t0 is equal to 0. ഇനീഷ്യൽ ടൈം എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിക്കാം. ഇനീഷ്യൽ ടൈം 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് വേണ്ടി വരും അല്ലേ? അതായത് ln n മൈനസ് ln n0 is equal to മൈനസ് ലാംഡ ടി മൈനസ് 0 വരും അല്ലേ? ലാംഡ ടി മൈനസ് 0 വരിക എന്ന് വെച്ചാൽ ലാംഡ ടി മാത്രമായി. ഇനി ലോഗരിതത്തിന് ഒരു നിയമമുണ്ട്. ലോഗ് എ മൈനസ് ലോഗ് ബി ഇസ് ഈക്വൽ ടു ലോഗ് എ ബൈ ബി. ലോഗ് എയിൽ നിന്നും ലോഗ് ബി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ലോഗ് എ ബൈ ബി ആണ്. അതനുസരിച്ചിട്ട് ലോഗ് എൻ മൈനസ് ലോഗ് n0 ഇസ് ഈക്വൽ ടു വാട്ട്? ലോഗ് എൻ ബൈ n0 ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ ടി. കിട്ടിയോ? അപ്പോൾ ലോഗരിതത്തിലേക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ കൊണ്ടുവന്നു. അതിൽ നിന്നും ഫൈനൽ ഇക്വേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാം. എങ്ങനെ ചെയ്യാം? ലോഗരിതത്തെ ഈക്വൽ സൈൻ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ അതിനെ എക്സ്പൊണൻഷ്യൽ ഫോമിലേക്ക് മാറ്റുക. ഈ നാച്ചുറൽ ലോഗരിതം എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിരിക്കുന്ന ആളില്ലേ, ln n ബൈ n0 എന്ന് പറയുന്ന ആളുടെ ബേസ് എന്ന് പറയുന്നത് ഇ ആണ്, എക്സ്പൊണൻഷ്യൽ ഇ ആണ്. ആ ഇ ആണ് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ പവറായിട്ട് വരുന്നത്. സോ n ബൈ n0 ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ടി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും n is equal to n0 into e raised to minus lambda t. ഈ n എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടൈം എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ n-ന്റെ കൂടെ ബ്രാക്കറ്റിൽ ഒരു t കൂടെ ഇൻസേർട്ട് ചെയ്യാം. സോ വി ക്യാൻ റൈറ്റ് n of t is equal to n0 into e raised to minus lambda t. സോ നമുക്ക് കിട്ടിയ കൺക്ലൂഷൻ ഇക്വേഷൻ എന്തായിരുന്നു? n is equal to അല്ലെങ്കിൽ n of t is equal to n0 into e raised to minus lambda t. And this equation represents the radioactive decay law. റേഡിയോ ഡീകേ ലോ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഡീകേ റേറ്റ് എന്ന് പറയുന്ന ഒരാളെ കൂടെ നമുക്കറിയണം. ഡീകേ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർ എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ റൈറ്റ് ആർ ഇസ് ഈക്വൽ ടു മൈനസ് ഡി എൻ ബൈ ഡി ടി. ഈ മൈനസ് സൈൻ എന്തിനാണെന്ന് ഇനി ഞാൻ പറയണ്ടല്ലോ അല്ലേ? ടൈം മാറുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ന്യൂക്ലിയൈ കുറഞ്ഞുകൊണ്ട് വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ ആറ്റത്തിൻ്റെ എണ്ണത്തിൽ കുറവ് വരുന്നതുകൊണ്ട്. സോ ആർ ഇസ് ഈക്വൽ ടു മൈനസ് ഡി എൻ ബൈ ഡി ടി എന്ന് പറഞ്ഞ ആളെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പുതിയൊരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു പുതിയ ഫോമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എൻ എന്ന് പറയുന്ന ആൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക അല്ലേ? മൈനസ് ഡി എൻ ബൈ ഡി ടിയിൽ എന്നിന് പകരം എന്ത് കൊടുക്കാൻ പറ്റും? n0 ഇ റേസ് ടു മൈനസ് ലാംഡ ടി കൊടുക്കാൻ പറ്റും. അങ്ങനെ n0 ഇ റേസ് ടു മൈനസ് ലാംഡ ടിയെ ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ എന്നാണ് പറയുക. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന സങ്കേതം ഉപയോഗിച്ച് നമ്മൾ ഇതിനെ ഒന്നുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് മൈനസ് ലാംഡ n0 ഇ റേസ് ടു മൈനസ് ലാംഡ ടി എന്നാണ്. ലാംഡ n0 എന്ന് പറയുന്നത് രണ്ടും കോൺസ്റ്റന്റുകളായതുകൊണ്ട് ആ കോൺസ്റ്റന്റിനെ അങ്ങനെ തന്നെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ വേറൊരു വാല്യൂ അങ്ങ് കൊടുക്കുകയാണ്, പുതിയൊരു കോൺസ്റ്റന്റ് പേര് അങ്ങ് കൊടുക്കുകയാണ്, ദാറ്റ് ഇസ് r0. അപ്പോൾ ഈ ഇക്വേഷൻ കുറേയും കൂടെ സിമ്പിളായി അല്ലേ? എങ്ങനെ വന്നു? r ഇസ് ഈക്വൽ ടു r0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ടി. റേഡിയോ ആക്റ്റീവ് ഡീകേ ലോയുമായിട്ട് വളരെ സിമിലർ ആണ്, പക്ഷേ അത് നമ്പർ ഓഫ് ആറ്റംസ് ആയിരുന്നു. ഇപ്പോൾ പറഞ്ഞത് എന്താണ്? റേറ്റ് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടും കമ്പയർ ചെയ്ത് ഓർക്കുക കേട്ടോ. നൗ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ലാംഡ എൻ ആസ് ആർ ഇസ് ഈക്വൽ ടു ലാംഡ എൻ. ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നതിനെ ലാംഡ എൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? സോ the total decay rate R of a sample of one or more radionuclides is known as the activity of that sample. ഒരു സാമ്പിളിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആ സാമ്പിളിനുള്ളിലുള്ള ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ന്യൂക്ലൈഡ്സിൻ്റെ ടോട്ടൽ ഡീകേ റേറ്റ് ആണ്. ഇനി എങ്ങനെയാണ് ഈ റേഡിയോ ആക്ടിവിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക? നമ്മൾ ഒരുപാട് യൂണിറ്റുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ നമുക്ക് യൂണിറ്റുകളുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു യൂണിറ്റ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഫിനോമിന നമുക്ക് സമ്മാനിച്ച ആളുടെ പേര് തന്നെയാണ്, അതായത് ബെക്വറേൽ. 1 ബെക്വറേൽ എത്രയാണ് എന്ന് പഠിച്ചു വയ്ക്കുക. 1 ബെക്വറേൽ ഇസ് ഈക്വൽ ടു 1 ഡീകേ പെർ സെക്കൻഡ്. ബെക്വറേൽ അല്ലാതെ വേറെയും ചില യൂണിറ്റുകൾ റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദ ക്യൂറി 1 ക്യൂറി ഇസ് ഈക്വൽ ടു 3.7 ഇൻറ്റു 10⁻10 ബെക്വറേൽ. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റുകൾ പറഞ്ഞപ്പോൾ നമ്മൾ ക്യൂറി എന്നൊരു യൂണിറ്റ് പറഞ്ഞു അല്ലേ? മേരി ക്യൂറി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് നമ്മൾ ആ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അത് വെറുതെ അങ്ങ് പറഞ്ഞു പോകാൻ പറ്റില്ല. ഈ വ്യക്തിക്കൊരു പ്രത്യേകതയുണ്ട്.
2 സബ്ജക്റ്റിൽ ഫിസിക്സിലും കെമിസ്ട്രിയിലും നൊബേൽ പ്രൈസ് നേടിയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്. ഇനി ഈ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈ എന്ന് പറയുന്ന ആള് എത്ര കാലം എക്സിസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര കാലം അതിന് ലൈഫ് ഉണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് 2 ടേമുകളുണ്ട്. 2 ടേമുകളിൽ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഹാഫ് ലൈഫ് പീരീഡ് ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു ന്യൂക്ലിയയ്ക്ക് അതിൻ്റെ മാസ് അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് കൃത്യമായിട്ട് ഹാഫായിട്ട് മാറാനായിട്ട് എടുക്കുന്ന സമയം. ക്ലിയർ ആണോ? Half life is a time at which both n and r have been reduced to 1/2 of their initial values. That means the time taken by half the number of the atoms of the radioactive element to disintegrate completely. ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പകുതിയായിട്ട് മാറാനായിട്ട് എടുക്കുന്ന സമയം. അതിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? ഹാഫ് ലൈഫ് പീരീഡ് എന്ന് വിളിക്കാം. നോർമലി അത് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ടി ഹാഫ് ആണ്. ക്യാപിറ്റൽ ടി എന്നുള്ള ലെറ്റർ ഉപയോഗിക്കുക. സഫിക്സ് ആയിട്ട് താഴെയായിട്ട് നമ്മളൊരു ഹാഫ് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തായിട്ട് നമുക്ക് കരുതാം? ഹാഫ് ലൈഫ് പീരീഡിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിട്ട് എടുക്കാം. ഇനി മറ്റൊരു ടേം ഉണ്ട്, മീൻ ലൈഫ് എന്നാണ് നമ്മളതിന് പറയാം. മീൻ ലൈഫ് നോർമലി നമ്മളത് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ടോയ് ആണ്. ടോയ് എന്നുള്ള സിമ്പിൾ വെച്ചിട്ട് നമ്മൾ ടോർക്കിനൊക്കെ ഉപയോഗിക്കാറുണ്ട് ഈ സിമ്പിൾ അല്ലേ. ഈ സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മീൻ ലൈഫ് ഡിനോട്ട് ചെയ്യുക. Mean life is a time at which both n and r have been reduced to 1/e of their initial values. 1/e എന്നാണ് ഞാൻ പറഞ്ഞത്. 1/e എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്ത് e raised to -1 എന്നാക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് കറക്റ്റ് ചെയ്തത് പറയാം. Mean life is a time at which both n and r have been reduced to e raised to -1 of their initial values. അതിൻ്റെ ഇനീഷ്യൽ വാല്യൂവിനെ 1/e ആയിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്ത് പറയുക? മീൻ ലൈഫ് എന്ന് പറയുക. ടു റിലേറ്റ് ടി ഹാഫ് ടു ദ ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് ലാംഡ വി പുട്ട് r is equal to half r0 and t is equal to t half in the relation r is equal to r0 e raised to minus lambda t. ഹാഫ് ലൈഫ് പീരീഡിനെയും ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു അസംപ്ഷൻ എടുക്കുകയാണ് അല്ലേ. r എന്നുള്ളതിന് ഹാഫ് ലൈഫ് ആയതുകൊണ്ട് r0/2 എന്നും അതുപോലെ തന്നെ ടിക്ക് ടൈമിന് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ടി ഹാഫ് എന്നും കൊടുക്കുകയാണ്. സോ r is equal to half r0 and t is equal to t half and the equation r is equal to r0 e raised to minus lambda t. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഹാഫ് r0 is equal to r0 into e raised to minus lambda t half എന്ന് മാറും. അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. 2 സൈഡിലും ക്യാൻസൽ ചെയ്ത് കളയാം. r0 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ എങ്ങനെ മാറും? ഹാഫ് ഇസ് ഈക്വൽ ടു e raised to minus lambda t half എന്നാവും. ദെൻ എന്ത് ചെയ്യണം? 2 സൈഡിലും റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഒരു സൈഡിൽ 2 ആയി, അപ്പുറത്തെ സൈഡിൽ മൈനസ് ലാംഡ ടി ഹാഫ് എന്നുള്ളത് പ്ലസ് ലാംഡ ടി ഹാഫ് ആയി മാറി. സിമ്പിൾ മാത്തമാറ്റിക്സ്. സോ 2 is equal to e raised to lambda t half ആയി മാറി. ഇനി നേരത്തെ ചെയ്ത പോലെ ഓർക്കുന്നുണ്ടോ? നമ്മൾ ലോഗരിതത്തിനെ ഒരു സൈഡിലേക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നപ്പോഴേക്കും എക്സ്പൊണൻഷ്യൽ വന്നില്ലേ? അതുപോലെ നേരെ തിരിച്ച് എക്സ്പൊണൻഷ്യൽ ആയിട്ടിരിക്കുന്ന ആളെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും എന്തായിട്ട് മാറും? അത് ലോഗരിതമായിട്ട് മാറി. സോ വി ക്യാൻ റൈറ്റ് ലോഗരിതം ln2 is equal to lambda t half and ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി? ഫൈനൽ ഇക്വേഷൻ t half is equal to logarithm 2 or ln2 divided by lambda. ഈ ln2 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഫിക്സഡ് ആണ്. നമ്മുടെ കയ്യിലുള്ള ലോഗരിതമിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ലോഗരിതം 2 എന്നുള്ളതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ദാറ്റ് ഇസ് 0.693. സോ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ ലാംഡ. ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 divided by lambda. Here lambda is a constant, that is disintegration constant. ഇതുപോലെ മീൻ ലൈഫിനും നമുക്കൊരു എക്സ്പ്രഷൻ വേണം. ദാ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. The number of nuclei which decay in the time interval t to t plus delta t is rt delta t is equal to lambda n0 e raised to minus lambda t delta t. ടിയിൽ നിന്നും t plus delta t യിലേക്ക് മാറുമ്പോഴുള്ള വ്യത്യാസം. Thus the total life of all these nuclei would be t lambda n0 e raised to minus lambda t delta t. ഇനി എന്ത് ചെയ്യാം? നമുക്കിതിനെ ഇൻ്റഗ്രേഷൻ ചെയ്യാം. എവിടെ മുതൽ എവിടം വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? ടൈം ആണല്ലേ. 0-ൽ നിന്നും ഇൻഫിനിറ്റിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. സോ ഇൻഫിനിറ്റി വരെയുള്ള ഇൻ്റഗ്രേഷൻ ചെയ്യുകയാണ്. എന്നിട്ട് അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്തിനാണ് ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്?
നമ്മൾ കണ്ടുപിടിക്കുന്ന മീൻ അല്ലേ, മീൻ ലൈഫ് അല്ലേ. മീൻ എങ്ങനെയാണ് നമ്മൾ സാധാരണ കാണുക? സം ഡിവൈഡഡ് ബൈ അതെ നമ്പർ, സമ്മിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. സോ ടോ ഈസ് ഈക്വൽ ടു ലാംഡ n0 ഇൻറ്റു ഇൻ്റഗ്രൽ. ഏതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക? ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ടി ഡി ടി എ. എവിടെ മുതൽ എവിടം വരെ? 0 മുതൽ ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആ കിട്ടുന്ന റിസൾട്ടിനെ n0 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ലാംഡ എന്ന് പറയുന്ന ആൾ കോൺസ്റ്റൻ്റ് ആണ്, അതിനെ ഔട്ട്സൈഡ് എടുത്ത് എഴുതി, അതിനുശേഷം ബാക്കിയുള്ള ടേംസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ആൻഡ് വി നോ ദാറ്റ് ടോ ഈസ് ഈക്വൽ ടു 1 ബൈ ലാംഡ. ടോ എന്ന് പറയുന്നത് 1 ബൈ ലാംഡ ആണെന്ന് നമുക്കറിയാം. Therefore, we get t half is equal to logarithm 2 divided by lambda, or logarithm 2നെ അങ്ങനെ തന്നെ നിർത്തുക, 1 by lambda എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കാം? ടോ എന്നുള്ള സിമ്പൽ കൊടുക്കാം. ഹാഫ് ലൈഫും മീൻ ലൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കിപ്പോൾ കിട്ടി അല്ലേ. ഹാഫ് ലൈഫ് എന്ന് പറയുന്ന ടി ഹാഫ് ഇസ് ഈക്വൽ ടു അതെ മീൻ ലൈഫിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ലോഗരിതം 2 അല്ലെങ്കിൽ ln2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഇപ്പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു ചെറിയൊരു പ്രോബ്ലം ചെയ്യാം. Tritium has a half-life of 12.5 years undergoing beta decay. What fraction of a sample of pure tritium will remain undecayed after 25 years? ട്രിഷ്യത്തിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് 12.5 ഇയേഴ്സ് ആണ്. 25 വർഷങ്ങൾ കഴിയുമ്പോൾ എത്ര ഫ്രാക്ഷൻ ഓഫ് ട്രിഷ്യം ബാലൻസ് ഉണ്ടാവും, ഡീക്കേ ചെയ്യാതെ ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ ട്രിഷ്യത്തിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 12.5 ഇയേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോഴേക്കും ആദ്യം ഉണ്ടായിരുന്ന എത്രയാണോ അതിൻ്റെ ഹാഫായിട്ട് മാറും അല്ലേ. എന്ന് വെച്ചാൽ ഹാഫ് ഓഫ് ദി മാസമായിട്ട് മാറി. വീണ്ടും ഒരു 12.5 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്രയായി? 25 ഇയേഴ്സ് ആയി. 25 ഇയേഴ്സ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഹാഫിൻ്റെ പിന്നെയും പകുതിയാവും. ഹാഫിൻ്റെ പിന്നെയും പകുതി എന്ന് പറയുമ്പോൾ എത്രയായി? 1/4 ആയി അല്ലേ, കാൽ ഭാഗമായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജസിൽ എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്? ട്രിഷ്യം എത്രയുണ്ടായിരുന്നോ അത് 25 വർഷം കഴിഞ്ഞപ്പോൾ എത്രയായിട്ട് മാറി? 1/4 ആയിട്ട് മാറി, കാൽ ഭാഗമായിട്ട് മാറി. ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് അത്. വലിയൊരു ന്യൂമറിക്കൽ പ്രോബ്ലം എന്നൊന്നും നമുക്ക് പറയാനില്ല അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് ഓർത്ത് നോക്കിയേ. ആദ്യം എന്താ പറഞ്ഞേ? അതെ, A.H. ബെക്കറേൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തോടനുബന്ധിച്ച് 3 തരത്തിലുള്ള റേഡിയേഷനെ കുറിച്ച് നിങ്ങൾ കേട്ടു. അതിനുശേഷം ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ പഠിച്ചു. തുടർന്ന് അങ്ങ് വന്നപ്പോഴേക്കും പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? അതെ, ഹാഫ് ലൈഫ് പീരീഡിനെ കുറിച്ച് പഠിച്ചു, പിന്നെ മീൻ ലൈഫ് പറഞ്ഞു അല്ലേ. ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തി. ഇനി അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ എന്താ സാധാരണ ചെയ്യാമെന്നറിയാമല്ലോ അല്ലേ. ഒരു ചെറിയ ചോദ്യം നിങ്ങൾക്ക് തരും അസൈൻമെൻ്റ് ആയിട്ട്. അപ്പോൾ ഇന്നത്തെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: ദ ഹാഫ് ലൈഫ് ഓഫ് റേഡിയം ഈസ് 1590 ഇയേഴ്സ്. ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ 1 gram ഓഫ് പ്യുവർ എലമെൻറ്റ് ബി റെഡ്യൂസ് ടു 1 centigram? റേഡിയത്തിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 1590 വർഷമാണ്. അങ്ങനെയാണെങ്കിൽ 1 gram പ്യുവർ റേഡിയം 1 സെൻറ്റിഗ്രാമായിട്ട് മാറാനായിട്ട് എത്ര വർഷങ്ങളെടുക്കും? വളരെ രസകരമായൊരു ചോദ്യമാണ്. ഒരല്പം ബുദ്ധി ഉപയോഗിക്കുക, പിന്നെ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻസ് ഉപയോഗിക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടേ? ഈ ഉത്തരങ്ങളെ നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകന് അയച്ചു കൊടുക്കുക. അപ്പോൾ ന്യൂക്ലിയ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇനിയുള്ള വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കണം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.